രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പുമായി കോൺഗ്രസ്. ഭാരത് ന്യായ് യാത്ര എന്ന പുനർനാമകരണം ചെയ്ത യാത്ര മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്കാണ്. അടുത്ത മാസം 14-ന് ആരംഭിക്കുന്ന യാത്ര 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. Rahul Gandhi ji should start a yatra from east to west. Now Rahul Gandhi also agreed to fulfill the wishes of the CWC. So All India Congress Committee has decided to hold a Bharat Nyaya Yatra from January 14 to March 20th from Manipur to Mumbai. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് മികച്ച സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു, ഈ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും രണ്ടാം ഘട്ടവുമായി കോൺഗ്രസ് രംഗത്തേക്ക് എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കാം പ്രധാന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കോൺഗ്രസിന്റേത്? ആര്യ, നേരത്തെ തന്നെ ഈ ഒരു യാത്രയുടെ കാര്യം തീരുമാനിച്ചത് തന്നെയാണ്. അതായത് ആദ്യഘട്ട യാത്ര 6 മാസം നീണ്ടു നിന്നിരുന്നുവെങ്കിൽ ഇത് 2 മാസമാണ് നീണ്ടു നിൽക്കുന്നത്. അന്ന് കാൽനടയായിരുന്നു കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് പുറപ്പെട്ടതെങ്കിൽ ഈ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ബസ്സിലും ഒപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ കാൽനടയായും സഞ്ചരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ജനുവരി 14 മുതൽ ആരംഭിക്കുന്ന യാത്ര മാർച്ച് 20-നാണ് അവസാനിക്കുന്നത്. മണിപ്പൂരിൽ നമുക്കറിയാം, മണിപ്പൂരിൽ കഴിഞ്ഞ കുറച്ച് നാളായി നടക്കുന്ന മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ജനങ്ങളുടെ ദുരിതം അകറ്റുക, ഒപ്പം തന്നെ അവരുടെ വേദനകൾ മുറിവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് യാത്ര അവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ യാത്രയുടെ ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു വരികയാണ് എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ഈ കഴിഞ്ഞ നിയമസഭാ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഭാരത് ജോഡോ നിലവിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഒപ്പം തന്നെ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ വലിയ വിജയം സ്വന്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുകയും ചെയ്തു. അത് ഭാരത് ജോഡോ ഒരു ഘടകമാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി നമുക്ക് ഏകദേശം മാർച്ച് 10 കൂടിയായിരിക്കാം കണക്കനുസരിച്ച ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമൊക്കെ വരിക, അല്ലെങ്കിൽ മാർച്ച് അവസാനത്തോടു കൂടിയായിരിക്കാം ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇറങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് തന്നെ യാത്ര അവസാനിപ്പിക്കുന്ന രീതിയിലാണ് 2 മാസം ക്രമീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കൂടിയാണ് ഈ ഒരു യാത്ര കടന്നു പോകുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ ഈ യാത്ര അതായത് ഭാരത് ജോഡോ യാത്ര നടന്ന വേളയിൽ അത്തരത്തിൽ UP-യുടെ ചില ഭാഗങ്ങളിലൂടെ മാത്രമാണ് യാത്ര കടന്നുപോയെങ്കിൽ പോലും തന്നെ UP, മധ്യപ്രദേശ്, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, കൃത്യമായി ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൃത്യമായി യാത്ര കവർ ചെയ്തിരുന്നില്ലായിരുന്നു. അതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ യാത്ര ഉണ്ടായിരുന്നു എന്ന് അന്ന് തന്നെ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും UP, മധ്യപ്രദേശ്, ബീഹാർ അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ യാത്ര പര്യടനം നടത്തുകയും ചെയ്യും. ഒപ്പം തന്നെ നമുക്കറിയാം, UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് മികച്ച രീതിയിലുള്ള മുന്നോട്ടം നടത്താൻ സാധിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്കൊപ്പം പൂർണ്ണമായും നിലകൊള്ളുന്ന രീതിയിലാണ് ലോക്സഭാ മണ്ഡലങ്ങൾ UP-യും ആയാലോ അല്ലെങ്കിൽ മധ്യപ്രദേശ് ആയാലോ ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു മാറ്റം വരുത്തുക, അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിൽ ഈ ഭാരത് ന്യായ് യാത്രയിലൂടെ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുകയോ അല്ലെങ്കിൽ സംഘടനയെ താഴെത്തട്ടിൽ നിന്ന് ചലിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്തായാലും ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കൂടി യാത്ര നടത്തുന്നത്. എന്തായാലും ജനുവരി 14-നാണ് യാത്ര ആരംഭിക്കുന്നത്.